ഹബീബായ നബിയെ, അങ്ങയുടെ അനുയായികളോട് പറയണേ, നിങ്ങളുടെ മക്കളോ മാതാപിതാക്കളോ നിങ്ങളുടെ കുടുംബമോ ഭാര്യ സന്തതികളോ നിങ്ങളുടെ ഭവനങ്ങളോ കച്ചവടങ്ങളോ നിങ്ങളുടെ കുടുംബമോ ആണ് അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ, ഖുൽ ഇൻ കാന ആബാഉകും മാതാപിതാക്കൾ, അബിനാഉകും നിങ്ങളുടെ മക്കള്, അസ്വാജുക്കും നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ, അശീറത്തുക്കും നിങ്ങളുടെ കുടുംബം, അംവാലുൻ ഇഖ്തറഫ്തുമുഹാ നിങ്ങൾ ഉണ്ടാക്കിയ ഹലാലായ നിങ്ങളുടെ സമ്പത്ത്, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ നഷ്ടം നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, വമസാകിനു തർളൗനഹാ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടുകൾ. ഇതിലേതെങ്കിലും ഹറാമായ കാര്യം പറഞ്ഞോ അല്ലാഹു? ഇല്ല. മാതാപിതാക്കള്, മക്കള്, ഭാര്യ ഭർത്താക്കന്മാർ, ഹലാലായ സമ്പത്ത്, കച്ചവടം, വീടുകൾ, ഒരു ഹറാമുണ്ടോ? ഇത് ഒക്കെ ഹലാലുകളല്ലേ? ഇതാണ് അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾ ഭയപ്പെടണമേ. ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. നമ്മൾ ആലോചിക്കണം, ഒരു തെറ്റ് ചെയ്യുന്നതിനല്ല അള്ളാഹു ഇത്തരത്തിൽ ശിക്ഷ പറയുന്നത്. ഒരു ഹറാമ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ഹബീബായ നബി തങ്ങളെക്കാളും വലുതാണ് നിങ്ങൾക്ക് മാതാപിതാക്കളെങ്കിൽ, നിങ്ങളുടെ മക്കളെങ്കിൽ, ഭാര്യ സന്തതികളെങ്കിൽ. അത്ഭുതമല്ലേ അത്? എന്നിട്ട് പറഞ്ഞു, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. മഹബ്ബത്തില്ലാത്ത ആളുകൾ ഫാസിഖുകളാണ് എന്നാണ് ആയത്തിന്റെ അവസാനം പറയുന്നത്. ഹബീബിനോടുള്ള സ്നേഹം, ആ സ്നേഹമുണ്ടെങ്കിലാണ് ഇസ്ലാമിന്റെ അനുഭവം, ഇസ്ലാമിന്റെ രുചി അറിയാൻ കഴിയുകയുള്ളൂ.